ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. വെൽക്കം ടു ദ ജോയ്സ് കിച്ചൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഒരു ചിക്കൻ സ്റ്റൂ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നുറുക്കി ചെറിയ പീസുകളാക്കി എടുത്തതാണ്. എല്ലോട് കൂടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺ യൂസ് ചെയ്യാണ്ട് ബോൺ ഇടാണ്ട് യൂസ് ചെയ്യാം. ഞാനിത് ബോണോട് കൂടിയതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ക്യാരറ്റ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയും ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനിയും എങ്ങനെയാണ് ഇതൊന്ന് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളിയാണ് വച്ചേക്കണേ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഓയിൽ സ്റ്റാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് 2 കഷ്ണം കറുകപ്പട്ട, 2 ബേ ലീഫ്, പൊടിക്ക് പെരിഞ്ജീരകം, ഒരു 5-6 ഗ്രാമ്പു, അതേപോലെ ഏലക്കായ, ഒരു 5 ഏലക്കായ, 6 ഏലക്കായും ഇതേപോലെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഈ ഒരു കുക്കറിലൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പം ഈസി ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അതേപോലെ പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് 1 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് അതിനകത്തേക്ക് ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം. ഞാനിതൊരു പാനിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഏലക്ക ഇതിനകത്ത് ഒന്ന് പൊളിച്ചിടുകയാണെങ്കിൽ ഇതിനകത്തേക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരും. അപ്പം അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഞാൻ അതിനകത്തേക്ക് ജിഞ്ചർ സ്ലൈസ് ചെയ്തത് ഇത്രയും, ഒരു 2 സ്പൂണ്, ഗാർലിക്ക് ഒരു 10 അല്ലി സ്ലൈസ് ചെയ്തും, 2 പച്ചമുളക് ഇതേപോലെ നീട്ടത്തിൽ അരിഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഞാനിത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിനകത്തേക്ക് ഒരു 2 വലിയ ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള ഓണിയനും ജിഞ്ചർ ഗാർലിക്ക് എല്ലാം അങ്ങോട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒരു വിധം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിക്കനിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ഇതേപോലെ പൊടിച്ചെടുത്തത്, ഒരുപാട് പൊടിക്കേണ്ട, മീഡിയമായിട്ട് ഒന്ന് പൊടിച്ചെടുത്തത് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലയാണ്. കാരണം കറുകപ്പട്ട ഏലക്കായ കുറേ ചേർക്കണം. അപ്പം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നെക്സ്റ്റിനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് മാഗി പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ തേങ്ങയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ വേവിക്കുക. അതിനുശേഷം 1ാം പാൽ ആഡ് ചെയ്യണം. അതേപോലെ പൊട്ടറ്റോയും ക്യാരറ്റും വെന്തിട്ടുണ്ട്. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് കഷ്ണങ്ങൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം അതിനകത്ത് കൊഴുപ്പ് കൂടുതൽ കിട്ടും. ബാക്കിയുള്ളത് അങ്ങനെ ഉടക്കാണ്ട് തന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഞാൻ അതേപോലെ തന്നെ ക്യാരറ്റും പൊട്ടറ്റോയും ഉടച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇതിനകത്ത് കുക്കറിലടിച്ച് എടുത്തത്, അപ്പോൾ അത് വെള്ളത്തോട് കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 1ാം പാൽ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇത് മാഗി പൗഡർ ആണ്, ഒരു 5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ടേബിൾ സ്പൂൺ 5 അതൊരു ചൂടുവെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തു. നിങ്ങൾക്കിടയിൽ തേങ്ങയാണെങ്കിൽ നിങ്ങൾ 1ാം പാൽ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യുക. അതിന് പകരമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് 1ാം പാൽ. അപ്പം അതേപോലെ തന്നെ 1ാം പാൽ ഒഴിക്കുമ്പോഴും
നിങ്ങൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യുമ്പോൾ കെയർ ചെയ്യണം. ഇപ്പം ഞാനിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാല പൊടി കൂടി ആഡ് ചെയ്യാണ് ഇതിനകത്തേക്ക്. ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ച മസാലപ്പൊടി ഒരു അര ടീസ്പൂണ് ആഡ് ചെയ്യാണ്. അപ്പം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടും, നല്ലൊരു ഇതായിരിക്കും. അതേപോലെ തന്നെ അര സ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിനകത്ത് നിലനിൽക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ഇതിനകത്തേക്ക് ഇനിയും ഇതൊന്ന് താളിക്കാനായിട്ട് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി എടുക്കുകയാണ്. താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗീ ആഡ് ചെയ്തിട്ടുണ്ട്, ഗീ കുറച്ച് ടൈപ്പാണ്. അതുപോലെ അതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ടുള്ള അരിഞ്ഞ ഉള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് വറുത്തെടുക്കാനായിട്ട്. കണ്ടോ, അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റ്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഉണ്ടോ. ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ ടേസ്റ്റ് കൂടും, അതിൽ കുറച്ചും കൂടി ടൈറ്റ് ആവും ഇതിൻ്റെ ഗ്രേവിയൊക്കെ. അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റംസാണ് ഇതിപ്പോൾ. എല്ലാവർക്കും ചിൽഡ്രൻസിനൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. വെജിറ്റബിൾ ഒത്തിരി മിക്സായിട്ട് ഉള്ളത് കൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ്. ചിൽഡ്രൻസിനാണെങ്കിലും നല്ല യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. ഉണ്ടോ, വളരെ ഈസി ആയിട്ടുള്ള ഫുഡാണിത്. ഒരു രക്ഷയില്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യും, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ.